ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി മല ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ നിങ്ങൾക്ക് പരിചയമുള്ള അൽഫോൻസ് കുരു ഉണ്ട്, പിന്നെ ലിമി ഉണ്ട്. ലിമിനെ ഞാൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെടുന്നത്. ഇവളുടെ ഹൗസ് മേറ്റ് ആണ്. ഇവളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്നാണ് സത്യാവസ്ഥ ഞാൻ വന്നപ്പോൾ കണ്ടത്. ഏതായാലും സ്വഭാവത്തിന് ഒരു മാറ്റമില്ല എൻ്റെ കുരുവിന്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കോൺവാണിലാണ്. അപ്പോൾ ഞങ്ങൾ ട്രൂറോ ഇതല്ലേ സ്ഥലം, ട്രൂറോ, ഭയങ്കര പ്രൊനൗൺസിയേഷൻ ട്രൂറോ. ഞങ്ങൾ ഇവിടുത്തെ ഒരേ ഒരു സിറ്റിയാണ്, കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയുള്ള സിറ്റി. ഞങ്ങൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ വന്ന ദിവസം നമ്മൾ ഒരു ആർച്ച് ബീച്ചിൽ പോയി, യു കെയിലെ ആർച്ച് ബീച്ചിൽ പോയി, ന്യൂക്കി. അതിൽ കുറച്ച് ക്ലിപ്സ് ഞങ്ങൾ എന്തെങ്കിലും റീൽസ് ആയിട്ടിടാം. ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കുന്നുള്ള ഒരു മൂഡിലായിട്ടല്ല വന്നത്. ഞങ്ങളൊരു ശരിക്കും ഒരു പീസ്ഫുൾ എൻജോയ് വെക്കേഷൻ റിലാക്സേഷൻ ആയിട്ട് വന്നതാണ്. അത് ഞങ്ങൾ സെക്കൻഡ് ഡേ നമ്മൾ പോയത് ടെയിൽസ് ഗേറ്റ് അല്ല ടിൻഡാജിൽ കാസിൽ. അപ്പോൾ ടിൻഡാജിൽ കാസിലേക്ക് എങ്ങനെ പോകണം, ഏതാണ് ബെസ്റ്റ് വേ ടു ഗോ ടു സീ ഓൾ ദ ബെസ്റ്റ് വ്യൂസ്, പിന്നെ ഏതൊക്കെ സ്ഥലത്ത് നമ്മുടെ സ്പോട്സ് ഫോട്ടോ എടുക്കാൻ, അതൊക്കെ ഞങ്ങൾ ചെറിയ റീലായിട്ട് ഇടാം, അത് നിങ്ങൾ വാച്ച് ചെയ്യണം. ഇന്നിപ്പോൾ പോണത് ഞങ്ങൾ ലാൻഡ്സിൻ്റെക്കാണ്, യു കെയിലെ ദി എഡ്ജ്, ഏറ്റവും അറ്റം, യു കെയുടെ ഒരു അറ്റം, ആ അറ്റത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഫോട്ടോ സെഷൻസ് ഉണ്ട്. ആ ഏരിയ നല്ല ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്കുള്ള ഒരു വീഡിയോ ആയിട്ട് ഇത് എടുക്കുക. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രകളും എങ്ങനെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പം ഞങ്ങൾ പോവുകയാണ് കയറൂ രാജകുമാരി. അതെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പുതിയതായിട്ട് വന്ന എല്ലാവർക്കും ഹായ്, എൻ്റെ പേര് മരിയ. ഞങ്ങളുടെ ട്രാവൽ വ്ളോഗ്സും പിന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസും അങ്ങനെയാണ്. അത് പറഞ്ഞപ്പോഴാണ് 2-3 ഇൻഫർമേഷൻ വീഡിയോസ് വരുന്നുണ്ട്. കീപ്പ് ഓൺ വാച്ചിങ്. അപ്പം ഞങ്ങൾ പോവാണ്. നിങ്ങൾ കോൺവാളിൽ എവിടെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും സീസൈഡ് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊന്ന്, മെയിൻ കാര്യം എന്ന് പറയുന്നത് കുറച്ച് സ്നാക്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. വെള്ളവും വേണം, കാരണം കുറേ നടക്കാനുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു റെയിൻ ജാക്കറ്റാണ്. നോക്കി നിൽക്കുകയായിരിക്കും ഇവിടെ മഴ പെയ്യുക, പോയ കോസ്റ്റ്യൂമൊക്കെ നനഞ്ഞു കുളിച്ച് നടക്കേണ്ടി വരും. ഇന്നലെ അങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിയതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടോ ഗൈസ്? കോൺവാളിലോട്ട് വരുമ്പോൾ വെതർ നോക്കിയിട്ടേ വരാവുള്ളൂ. ശരിയാ, വെതർ ഇപ്പൊ വെയിലാണ്. ഒരു 5-10 മിനിറ്റ് മുമ്പ് നല്ല മൂടിയൊക്കെ ഭയങ്കര മൂടി ക്ലൗഡി ആയിരുന്നു. ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്, ഇപ്പൊ നല്ല വെയിലുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞ ട്രൂറോ സിറ്റി ആ ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ നല്ല നല്ല പൂക്കളുണ്ട്, പുഴകളില്ല. പിന്നെ നീങ്ങളുണ്ടോ? പുഴയുണ്ടോ? ആ, അത് പുഴയാണോ? പക്ഷെ പുഴയല്ലല്ലോ, ജസ്റ്റ് ഒരു, അതെ, കാം ആൻഡ് ക്വയറ്റ് ആയ പ്ലേസ് ആണ്. ചില്ല് ചെയ്യാൻ ഒരു നൈറ്റ് ലൈഫ് ഇല്ല, പീസ്ഫുൾ ആയ സ്ഥലം. ഓ, നല്ല വലുതല്ലേ. എല്ലാരും ഡ്യൂട്ടിക്ക് പോയതാണോ ഈ നാട്ടിൽ ആൾക്കാരില്ലാത്തതാണോ മനസ്സിലാവുന്നില്ല.
ഹലോ, അപ്പം ഞങ്ങൾ ലാൻസൻ്റെ സ്ഥലത്തെത്തി. നല്ല വെയിൽ, നല്ലൊരു ക്ലൈമറ്റ്. ഞങ്ങൾ വന്ന വഴി ഞങ്ങൾ വിചാരിച്ചെന്ന് മഴ പെയ്ത് നശിപ്പിക്കുന്നതാണ്, പക്ഷെ നല്ല വെയിലുണ്ട്. കണ്ണട വെക്കേണ്ട നടക്കാൻ വലിയ ലെവലാണ്. പിന്നെ വരുന്ന വഴിയിൽ തന്നെ നമുക്ക് പാർക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് പാർക്കിംഗ് ടെൻഷൻ ആർക്കും വേണ്ട, വണ്ടി കൊണ്ടൊന്ന് ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ പാർക്കിംഗ് ടിക്കറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ഇനി നമുക്ക് നടന്ന് വ്യൂസ് കാണാം. അതല്ലേ നമ്മുടെ ടാഗ് ലൈൻ. പൂവാന്ന് തോന്നുന്നത്. ടോയ്ലറ്റ്സ് ഇല്ല എന്നാർക്കും ബുദ്ധിമുട്ട് വേണ്ട, കയറി വരുമ്പോൾ തന്നെ ടോയ്ലറ്റ്സ്. ഇതാണ് അതിൻ്റെ ഒരു മാപ്പ്. നമ്മളിവിടെയാണ്. ഇവിടെ നിന്ന് ഇതാണ് ആ ലാൻസെൻറ്റിൻ്റെ ആ ഒരു സാധനം, നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി. ഇവിടെ കുറേ ഷോപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൻ്റെ പ്രൈസ് റേറ്റ് ഒക്കെ കാര്യങ്ങൾ. ഇതാണ് ഇവിടെ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള സാധനം, ടെലിഫോൺ ബൂത്ത്. UK ഒരിടത്തും നല്ല മണം വരുന്നുണ്ട്. ഓ, ഡോണറ്റ്സ് ആണ്, വെറുതെ അല്ല മണം. ഇവിടെ കോൺവാളിൽ വന്നപ്പോൾ അൽഫോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഭക്ഷണമാണ്, ഫുഡ് ഐറ്റമാണ് പാസ്റ്റീസ്. അതിനൊരു സ്റ്റോറി ഉണ്ട്. പാസ്റ്റി കാണാൻ ഇങ്ങനെ ഇരിക്കും, നല്ല ചൂടാണ്, പൊളിഞ്ഞുന്നുണ്ട്. ഇത് കണ്ട, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺവാളിൽ കൂടുതലും മുമ്പ് മൈൻ വർക്കേഴ്സ് ആയിരുന്നു കൂടുതലും. ഈ ഗുഹയിൽ മൈനിങ് ആയിരുന്നു അവരുടെ മെയിൻ ജോബ്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഫുഡ് കൂടുതലും ഈ ടിന്നിലാണ് ഫുഡ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അവർക്ക് പറ്റാത്തതുകൊണ്ട് അവർ പിന്നെ കണ്ടുപിടിച്ച വിദ്യയാണ് അവരുടെ കാർബോഹൈഡ്രേറ്റ്സ്, പൊട്ടാറ്റോയും വെജിറ്റബിൾസും മീറ്റ് എല്ലാം കൂടി വേവിച്ച് അത് ഒരു മാവിൻ്റെ ഉള്ളിൽ അത് ഇതുപോലെ ആക്കി വെക്കുന്നതായിരുന്നു അവരുടെ പരിപാടി. അപ്പോൾ ഇതായിരുന്നു അവരുടെ ഫേമസ് ഫുഡ്, അവർ ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്ന ഫുഡ്. അങ്ങനെ ഇത് ഇവിടെ മൊത്തം ഫേമസ് ആയി. പാസ്റ്റി എന്ന് പറയാം. ഇതിൻ്റെ പല ഉള്ളിലുള്ള കോണിഷ് പാസ്റ്റി, ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് പലതുമാണ്. ഇപ്പം ഞങ്ങൾ പോയി കണ്ടില്ല, സ്റ്റീക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റീക്ക് മാത്രമല്ല, അതിൻ്റെ കൂടുതൽ അവർ കൂടുതലും ഉരുളൻകിഴങ്ങും ക്യാരറ്റ്സും. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഫുഡ് ഏതാ കമ്പയർ ചെയ്യാൻ പറ്റുക? ശരിയാട്ടാ, സമൂസനെ കമ്പയർ ചെയ്യും ഒരു തരത്തിൽ. മസാല കുറവാ. പക്ഷെ എന്നാ നമ്മൾ ഇംഗ്ലീഷ് നാട്ടിൽ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് എന്നിട്ടാ ഫ്ലേവേഴ്സ് കുറവ്, പക്ഷെ ഇത് കഴിക്കാൻ രസമുണ്ട്. അപ്പോൾ അതാണ് ഒന്ന്. പിന്നെയുള്ളത് ഇവിടെ കൂടുതൽ വരുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നതാണ് കോണിഷ് ഐസ്ക്രീംസ്. ഭയങ്കര മധുരമല്ല, ഒരു മീഡിയം മധുരം, കഴിക്കാൻ നല്ല രസമുണ്ട്. വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഞാൻ പിന്നെ ഫുഡ് കിട്ടാനുള്ള ചാൻസ് നോക്കി വീഡിയോ എടുക്കില്ല, നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ കഴിക്കാമല്ലോ എന്നുള്ളതിലാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല ചൂടപ്പോൾ കഴിക്കാൻ പറ്റില്ല. അവർ ആക്ച്വലി അതിൻ്റെ ഒരു സ്റ്റോറി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ അത് ഫുൾ സ്റ്റോറി കണ്ട്. പിന്നെ അവരുടെ ഈ നമ്മുടെ ലാൻസെൻറ്റിൻ്റെ ഹിസ്റ്ററി അവരൊരു ചെറിയ ഷോർട്ട് കീ ആയിട്ട് പറയണതും ഉണ്ട് ഇതിൽ കൂടുതലും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിൽ നിന്ന് ആ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് നടന്നു വരുന്നവർ, അതിൻ്റെയൊക്കെ ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. എന്തായാലും നല്ല വെയിൽ, നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി അല്ലേ? അപ്പോൾ ഈ ലാൻസെൻറ്റി വരുമ്പോൾ എന്താണ് ലാൻസെൻറ്റ്, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയണതെന്ന് മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. ലാൻസെൻറ്റ് ബേസിക്കലി യു കെയുടെ ഒരു അറ്റാണ്, മറ്റേ അറ്റം സ്കോട്ട്ലൻഡിൽ നിന്നാണ്.
അപ്പോൾ അവർ ഒരു സൈൻ പോസ്റ്റ് വെച്ചിട്ടുണ്ട്. ബേസിക്കലി ഞങ്ങൾ UK അറ്റത്തെത്തി എന്ന് കാണിച്ച് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അവർ സൈൻ പോസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഈ തിരക്ക് കാണണമെങ്കിൽ ആ സൈൻ പോസ്റ്റിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ലാൻഡ്സെൻഡിൻ്റെ സൈൻ പോസ്റ്റ്. ഇപ്പം നിങ്ങൾക്കതിൽ വായിക്കാൻ പറ്റുന്ന പോലെ അങ്ങ് ആ അറ്റത്തേക്കാണ് ന്യൂയോർക്കിൻ്റെ കര കിടക്കുന്നത്. ഇവിടെ നിന്ന് നീന്തിയാൽ അവിടെ എത്തുമെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് നീന്തണ്ട ഇപ്പോൾ. പക്ഷേ ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ദ ഡേറ്റോ അല്ലെങ്കിൽ വല്ല വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമുക്ക് അവിടെ ലെറ്റേഴ്സ് മാറ്റിയിട്ട് തരും. എന്നിട്ട് നമുക്ക് അവിടെ വെച്ച് ഫോട്ടോ എടുക്കാം. ഒരു 10-11 പൗണ്ടാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, എടുക്കേണ്ട ആവശ്യമുള്ളൂ. ബുക്ക് ചെയ്യാതൊന്നും വേണ്ട. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. 10 ഏക്കറാണ് ഇത് മൊത്തം, ഈ ഒരു ലാൻഡ്സെൻഡിന് ഇത് മൊത്തം കിടക്കുന്നത്. ഇത് ഒരു എന്താ പറയുക, നമ്മുടെ ഹെറിറ്റേജ് ഗ്രേറ്റ് ബ്രിട്ടൻ്റെ കയ്യിലും ലാൻഡ്സെൻഡിൻ്റെ ഒരു പ്രൈവറ്റ് ഓണേഴ്സും അവർ രണ്ടുപേരും കൂടിയാണ് ഈ 110 ഏക്കർ അവർ സുരക്ഷിതമാക്കി വെക്കുന്നതും നോക്കുന്നതും പരിരക്ഷിക്കുന്നതും. ദൈവമേ, കുറേ മലയാളം വേർഡ്സ് പ്രസിഡന്റിൻ്റെ കയ്യിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആണ് എല്ലാവർക്കും ഇവിടെ നിന്ന് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു കോൺവാളിലുള്ള ഒരുവിധം എല്ലാ ബീച്ചുകളിലും, ഇപ്പം ഞാൻ ഫസ്റ്റ് പോയത് ആർക്ക് ബീച്ച്, അവിടെ ആയാലും അതും നമുക്കൊരു പ്രൈവറ്റ് ബീച്ച് പോലെ നമുക്ക് തോന്നിയത്. അധികം ആൾക്കാർ തിരക്കും. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആൾക്കാർ കൂടുതലൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ പോയപ്പോൾ വലിയ അധികം തിരക്കില്ല. ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ബാറ്, DJ, ഒരു പ്രൈവറ്റ് DJ ഒക്കെ പോലെ നമുക്ക് തോന്നില്ല. അതുപോലത്തെ ഒരു സെറ്റപ്പായിരുന്നു. ചെറിയൊരു ബീച്ച്. ഇവിടെ ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. ഇതാ അറ്റത്ത് കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. പഴയ ലൈറ്റ് ഹൗസാണ് ആ കാണുന്നത്. ശരിക്കും 1 പൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് നോക്കുമായിരുന്നു. ഇപ്പം നോക്കാൻ പറ്റില്ല. ഇതൊന്നും കാണത്തില്ല. പൈസ ഇട്ടതേ കാണത്തുള്ളൂ. ഇവിടെ ഉണ്ട്. അങ്ങനെ സൈൻ പോസ്റ്റും പിന്നെ കടൽ കാഴ്ച എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഒരു അറ്റത്തു നിന്ന് വേറെ അറ്റത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ദാഹിക്കുന്നുണ്ട്. നല്ല വെയിലായതുകൊണ്ട് ഇച്ചിരി തണുത്ത് കിട്ടിയാൽ കൊള്ളാതുണ്ട്. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഇവിടെ ഞാൻ വേറെ പ്രത്യേകത കണ്ടത്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റിഫ്രഷ്മെൻറ്റ് ഹൗസ് ഇൻ ഇംഗ്ലണ്ട്. വേറെ ഒന്നും ഉണ്ടല്ല, നമ്മൾ ഈ അറ്റത്തായതുകൊണ്ട് ഇത് നമ്മുടെ ഫസ്റ്റാണ് ആകെയുള്ള ഒരു റിഫ്രഷ്മെൻറ്റ് ഹൗസ്. നമ്മൾ സ്കോട്ട്ലൻഡിൻ്റെ അറ്റത്തേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ഫസ്റ്റ് റിഫ്രഷ്മെൻറ്റ് ഹൗസ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് നമ്മുടെ ലാസ്റ്റ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ്. അപ്പം നമുക്ക് ലാൻഡ്സെൻഡിൽ വന്നിട്ട് ഒരു കോണിഷ് പാസ്റ്റിയും ഒരു കോണിഷ് ഐസ്ക്രീമും, ഇതിപ്പോൾ ചോക്ലേറ്റ് ആണ്, ഒക്കെ കഴിച്ച് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് സൈൻ പോസ്റ്റിൻ്റെ അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുത്ത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റിഫ്രഷ്മെൻറ്റ് ഹൗസിൻ്റെ അടുത്ത് ഒരു ഫോട്ടോ എടുത്ത് കടലിലെ ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് നമുക്ക് അടിച്ച് പൊളിച്ച് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. അടുത്ത വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ പാർக்கலாம்.